ഹലോ. പെർഫ്യൂം അത്തർ ബിസിനസ് ഷോപ്പുള്ളതോടൊപ്പം തന്നെ ഓൺലൈനിലും ചെയ്യുന്ന ചിലരുണ്ട്. അവർ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഓൺലൈനിൽ എൻക്വയറീസ് വരാറുണ്ട്, പക്ഷേ സെയിൽ നടക്കാറില്ല എന്നുള്ളത്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു ബിസിനസ്സിൽ 2 ഇൻകം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് ഉള്ളത്. ഒന്ന് മാർക്കറ്റിംഗ്, 2 സെയിൽസ്. ഇവിടെ കസ്റ്റമറെ കൊണ്ടുവരാൻ മാത്രം നമ്മൾ പഠിച്ചാൽ പോരാ, നമ്മളുടെ പ്രൊഡക്റ്റ് അവരെ കൊണ്ട് എടുപ്പിക്കാനും നമ്മൾ പഠിക്കണം. ഓൺലൈനിൻ്റെ ഒരു ഗുണവും ദോഷവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരുപാട് കസ്റ്റമേഴ്സിനെ വേഗത്തിൽ ഓൺലൈനിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. പക്ഷെ പുറത്ത് നമ്മൾ ഷോപ്പിലാണെങ്കിൽ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചുകൂടി ട്രസ്റ്റ് ഉണ്ടാവും. കാരണം കസ്റ്റമേഴ്സ് അപ്പോൾ തന്നെ കാശ് തരുന്നു, പ്രൊഡക്റ്റ് അപ്പോൾ തന്നെ കിട്ടുന്നു. അതുകൊണ്ട് വലിയൊരു ട്രസ്റ്റിൻ്റെ ഇഷ്യൂ അവിടെ വന്നില്ല. ഓൺലൈനിലാകുമ്പോൾ കാശ് തന്ന് 1-2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കാം അവരുടെ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടുന്നത്. അപ്പം അങ്ങനെ ചില ഇതുള്ളത് കൊണ്ട് കസ്റ്റമേഴ്സ് ട്രസ്റ്റ് ഉള്ളവരിൽ നിന്നാണ് പ്രൊഡക്റ്റുകൾ വാങ്ങുള്ളൂ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പരസ്യത്തിൽ നിന്ന് കസ്റ്റമറെ കൊണ്ടുവരാം, എന്നിട്ട് അപ്പോൾ തന്നെ വിൽക്കാൻ ശ്രമിക്കരുത്. ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ട്രസ്റ്റ് ബിൽഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓൺലൈനിൽ സെയിൽ വരും. കഴിഞ്ഞ 2-2.5-3 വർഷക്കാലം ഞങ്ങൾ റിസർച്ച് നടത്തി കണ്ടുപിടിച്ചിട്ടുള്ള സംഗതിയാണ്. ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചോ, അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനേക്കാളും, അതായത് നിങ്ങളെപ്പോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന മറ്റുള്ളവരെക്കാളും സെയിൽ നല്ല രീതിയിൽ കിട്ടും. ആദ്യം കസ്റ്റമറെ കൊണ്ടുവരിക. ആ ഓർഡർ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ തലയിൽ വേണം. കസ്റ്റമറെ ആദ്യം കൊണ്ടുവരുന്നു, ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നു, ശേഷം സെല്ല് ചെയ്യുന്നു. ഈ സെയിൽ കിട്ടണില്ല എന്ന് പറഞ്ഞ ആളുകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ കസ്റ്റമറെ കൊണ്ടുവരുന്നു, അപ്പോൾ തന്നെ വിൽക്കാൻ ശ്രമിക്കുന്നു. ഏത് മാർക്കറ്റിലും ഒരു ട്രസ്റ്റ് ഉണ്ടായാൽ മാത്രമാണ് ഓൺലൈനിൽ സെയിൽ നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നൊരു ഐഡിയ നിങ്ങളുടെ തലയിൽ അവിടെ വേണം. അതാണ് ഞങ്ങളുടെ പ്രോഗ്രാമിലെല്ലാം ഞങ്ങൾ പഠിപ്പിക്കുന്നത്. ട്രസ്റ്റ് ആദ്യം ബിൽഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. വെറുതെ പരസ്യം കൊടുത്തിട്ട് മാത്രം കാര്യമില്ല. ട്രസ്റ്റ് ബിൽഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ സെല്ല് ചെയ്യാൻ നോക്കാതെ നേരത്ത് പെർഫ്യൂം പോലുള്ള അത്തർ പോലുള്ള പ്രൊഡക്റ്റുകളുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കൺസ്യൂമബിൾ കാറ്റഗറിയിൽ വരുന്നതാണ്. വൺസ് യൂസ് ചെയ്താൽ തീർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അത്. അപ്പോൾ റിപ്പീറ്റായിട്ട് സെയിം കസ്റ്റമേഴ്സ് വീണ്ടും വീണ്ടും വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഒരു കസ്റ്റമറെ ഒരു തവണ കണ്ടെത്തിയാൽ മതി, ഇത് ചുരുക്കം. നിങ്ങൾക്ക് അവിടെ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർ വീണ്ടും വീണ്ടും ഓൺലൈനിൽ നിങ്ങൾക്ക് സെയിൽ തരും. അപ്പോൾ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ പലരും വരുത്തുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പരസ്യത്തിലൂടെ കസ്റ്റമറെ കണ്ടെത്തും, അപ്പോൾ തന്നെ സെല്ല് ചെയ്യാനായിട്ട് നോക്കും. അപ്പോൾ ട്രസ്റ്റ് ബിൽഡിങ്ങിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പെർഫ്യൂം അത്തർ പോലുള്ള ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൺലൈനിൽ ഷിപ്പിംഗ് ചാർജ് വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അത് ഷിപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള ഗുണങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരു 90-95% ഷോപ്പുള്ളവർ ഈ വാക്കിംഗ് കസ്റ്റമേഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ബിസിനസ് ചെയ്യുന്നവരാണ്. അവരുടെ കടയിലേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ സെയിൽ ഉണ്ടെന്നുള്ള രീതിയിലാണ് അവിടെ ബിസിനസ് നടക്കണുള്ളൂ. ഓൺലൈനിലേക്ക് ഇറങ്ങേണ്ട സമയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിക്രമിച്ചു. ഇത് ഓൺലൈൻ്റെ കാലഘട്ടമാണ്, ഇത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് എത്രയും പെട്ടെന്ന് ഇറങ്ങാം. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിലും വളരെ ലാഭകരമായിട്ടും കണ്ടെത്താനായിട്ട് സാധിക്കും. വളരെ വേഗത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. നിങ്ങളുടെ ആ സെയിം ഷോപ്പ് വേറൊരു സ്ഥലത്ത്, വേറൊരു ജംഗ്ഷനിൽ, വേറൊരു സിറ്റിയിൽ അതേപോലെ തന്നെ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ പുറകിൽ എന്തുമാത്രം എക്സ്പെൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അഡ്വാൻസ്, റെൻറ്റ്, സ്റ്റാഫിന് വെക്കുകയാണെങ്കിൽ സ്റ്റാഫ്, മറ്റ് സ്റ്റോക്ക്, ചെറിയ രീതിയിലുള്ള ഇൻറ്റീരിയർ കാര്യങ്ങൾ, ഇതെല്ലാം കൂടി വെച്ച് നോക്കാൻ നേരത്ത് നിങ്ങൾക്ക് നല്ലൊരു എക്സ്പെൻസ് ഉണ്ട് പുതിയൊരു കസ്റ്റമർ പൂളിലേക്ക് പോകണമെങ്കിൽ. എന്നാൽ ഓൺലൈനിൽ നിലവിലുള്ള ആ ഷോപ്പ് വെച്ചുകൊണ്ട് തന്നെ ഓൺലൈൻ വഴി നിങ്ങൾ കസ്റ്റമറെ കണ്ടെത്താൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ ഇത്രയും എക്സ്പെൻസ് ഒന്നും ഇതിൻ്റെ പുറകിലില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് സോഷ്യൽ മീഡിയയെ യൂസ് ചെയ്യുക, കസ്റ്റമറെ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു അത്തർ പെർഫ്യൂം ഷോപ്പുള്ള ഒരാൾ ചെയ്യേണ്ടത്. തുടർച്ചയായിട്ട് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ അത് മെൻഷൻ ചെയ്തായിരുന്നു. കൺസിസ്റ്റൻറ്റ് ഫ്ലോ ഓഫ് ന്യൂ കസ്റ്റമേഴ്സ് എന്നാണ് മാർക്കറ്റേഴ്സ് പറയാറ്, മാർക്കറ്റിങ്ങിലെ വലിയ സ്കോളേഴ്സ്. തുടർച്ചയായി പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് നമ്മുടെ ബിസിനസ്സിലേക്ക് കടന്നു വരണം. അപ്പോഴാണ് ആ ബിസിനസ്സിലെ സെയിൽ വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുള്ളൂ. അങ്ങനെയാണ് ആ ബിസിനസ് വളർത്താൻ, ഒരു സ്റ്റേജിൽ നിന്ന് വേറൊരു സ്റ്റേജിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ പല ബിസിനസ് ഓണേഴ്സിൻ്റെ തലയിലും ഇങ്ങനെ ഒരു ഐഡിയ തന്നെ ഇല്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടായാലാണല്ലോ അതിൻ്റെ മേലുള്ള ആക്ഷൻ എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ആദ്യം ഇങ്ങനെ ഒരു ഐഡിയ വേണം അടിത്തറയായിട്ട്, എന്നാലാണ് അതിൻ്റെ മേളിൽ നമുക്ക് ആക്ഷൻ എടുക്കാൻ സാധിക്കുള്ളൂ.
തുടർച്ചയായി പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ എങ്ങനെ എൻ്റെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം, ഇതായിരിക്കണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു പെർഫ്യൂം അത്തർ ഷോപ്പിൽ ഒരു ബിസിനസ് ഓണർ ചിന്തിക്കേണ്ടത്. എന്നാലാണ് ആ ബിസിനസ് വളരുള്ളൂ. സോഷ്യൽ മീഡിയ വഴി അതിനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മളുടെ പ്രോഗ്രാം ഈ അടുത്ത് തന്നെ ലോഞ്ച് ആവും. അപ്പോൾ അതിലേക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദ്യം ചോദിക്കാം. ഡിജി സെയിൽസ് എന്ന് പറഞ്ഞാൽ തന്നെ പെർഫ്യൂം അത്തർ ഷോപ്പുള്ളവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് എങ്ങനെ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങും പ്രോപ്പറായിട്ട് ചെയ്യാം, എങ്ങനെ സെയിൽ വർദ്ധിപ്പിക്കാം, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. സെയിൽ ഫോക്കസ്ഡ് ആണ്. കാരണം ഏതൊരു ബിസിനസ്സുകാരനും വേണ്ടത് സെയിലാണ്. കുറേ കഥകൾ കേട്ടിട്ട് കാര്യമില്ല. പ്രോപ്പറായിട്ട് എങ്ങനെ സെയിൽ കൊണ്ടുവരാം. കാരണം സെയിൽ നടക്കുമ്പോൾ മാത്രമാണ് ഒരു ബിസിനസ്സിലേക്ക് ഇൻകം വരുന്നുള്ളൂ. 2 ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസ് എപ്പോഴും ഓർത്ത് വെക്കുക: മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ എന്തോ വിൽക്കാനുണ്ട്, അത് വാങ്ങാൻ തയ്യാറായിട്ടുള്ള ആളെ കണ്ടെത്തുക. സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടെത്തിയ ആളെ കൊണ്ട് നിങ്ങളുടെ ആ പ്രൊഡക്റ്റ് എന്താണോ വിൽക്കാനുള്ളത് അതെടുപ്പിക്കുക. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ തലയിൽ എപ്പോഴും വേണം. ഇതിൽ ഫോക്കസ് കൊടുക്കാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇതാണ് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഇൻകം കൊണ്ടുവരുന്നത്. എവിടെ എന്ത് ചെയ്താൽ ഇൻകം വരും, എവിടെയാണ് ചെയ്യേണ്ടത്, ഏതിൻ്റെ മേളിലാണ് ആക്ഷൻ എടുക്കേണ്ടത്, ഈ ഒരു ചിന്ത നിങ്ങളുടെ തലയിൽ ഉണ്ടായാൽ മാത്രമാണ് ആ ബിസിനസ്സിനെ നമുക്ക് വളർത്താനായിട്ട് സാധിക്കും. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.